ആമസോണും ഫ്ലിപ്കാർട്ടും ഇവന്മാരുടെ കാര്യം വല്ലാത്തൊരു കോമഡിയാണ്. അതായത് ആമസോണുകാർ ഒരിക്കലും ഒരു പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കാൻ സമ്മതിക്കത്തില്ല, ഫ്ലിപ്കാർട്ടുകാരന്മാർ ഒരു പ്രോഡക്റ്റും ആമസോണിൽ നിന്ന് മേടിക്കാൻ സമ്മതിക്കത്തില്ല. അതായത് സെയിം പ്രോഡക്റ്റുകൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ റിയൽമി ബഡ്സ് T110 ഉണ്ടല്ലോ, 1500 രൂപയ്ക്കുള്ളിൽ വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഇയർബഡാണ്. ഞാൻ എപ്പോഴും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഈ ഒരു റിയൽമി ബഡ്സ് T110 തന്നെയാണ് 1500 രൂപയ്ക്കുള്ളിൽ. ഇതിന് മുന്നേ ബോട്ട് എയർഡ്രോപ്പ് സുപ്രീം ഞാൻ സജസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ കുറേ പേര് ആക്ച്വലി ഞാൻ സജസ്റ്റ് ചെയ്തിട്ട് പോലും അവർ വാങ്ങിച്ചിട്ട് ഈ വെയറിംഗ് കംഫർട്ടൊക്കെ ഇഷ്യൂ പറയുന്നുണ്ട്. ഞാൻ അതങ്ങോട്ട് പറയാറില്ല. പക്ഷേ T110 ആ ഒരു പ്രശ്നമേ ഇല്ല. പ്രത്യേകിച്ച് മ്യൂസിക് ക്വാളിറ്റി നല്ലതാണ്. ഇവിടെ റിയൽമി ലിങ്ക് ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഓവറോൾ 1500 രൂപയ്ക്കുള്ളിൽ ഡ്യൂറബിൾ ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഡീൽ തന്നെയാണ് റിയൽമി ബഡ്സ് T110. എന്തായാലും ഇതിൻ്റെ പ്രീമിയം ക്വാളിറ്റി കേസ് കവർ നമ്മുടെ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിലുണ്ട്, മറ്റുള്ള എല്ലാ ഇ കൊമേഴ്സ് വെബ്സൈറ്റിലും. അതിനിപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും എന്ത് വലിയ മറ്റേടത്ത ഓഫർ വന്നു കഴിഞ്ഞാലും അതിനേക്കാളും വില കുറച്ചിട്ടാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. സോ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട ദീപ് സ്റ്റോർ. കൂടാതെ മറ്റുള്ള മോഡൽസുകളുടെയും ഇയർബഡ്സുകളുടെ കേസ് കവർ, പ്രീമിയം ക്വാളിറ്റി കേസ് കവർ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ഉണ്ട്. സോ എല്ലാത്തിനും വേണ്ടി ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്തായാലും നമ്മുടെ ആ ഒരു ബാക്ക് ടു ടോപ്പിക്, നമ്മുടെ ഇവിടുത്തെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഈ T110 കുറച്ച് ദിവസമായിട്ട് ഫ്ലിപ്കാർട്ടിൽ 1099 കിട്ടുമായിരുന്നു. അതേ റേറ്റ് തന്നെയായിരുന്നു നമ്മുടെ എന്താ പറയുക ആമസോണിലും 1099. എന്നാൽ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ വില അങ്ങോട്ട് 1499 ആയി. എന്നാൽ ഇതിൽ തന്നെ ഞാൻ അങ്ങോട്ട് പറയാൻ വന്നതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് നിങ്ങളിപ്പോൾ ഇത് മേടിക്കേ വേണ്ട. കാരണം ഫ്ലിപ്കാർട്ടിനേക്കാളും ഏറ്റവും വലിയ ലാഭത്തിന് ആമസോണിൽ കിട്ടുമെന്ന് പറയാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് അവിടെ നോക്കിയപ്പോൾ അവിടെയും സെയിം റേറ്റിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള നിർവാണ അയോൺ ആണെങ്കിലും, ഇനി അതല്ല റിയൽമി ബഡ്സ് T310 ആണെങ്കിലും, ഇനി അതല്ല CMF by നത്തിങ് ബഡ്സ്, OnePlusന്റെ നോട്ട് ബഡ്സ് 2R, ഏത് നോക്കിയാണെങ്കിലും സെയിം റേറ്റ് ആണ്, വ്യത്യാസം ഒന്നുമില്ല. അതായത് നിങ്ങളിപ്പോൾ റിയൽമിയുടെ T110 ഫ്ലിപ്കാർട്ടിൽ വില കൂട്ടിയെങ്കിൽ ഞാനും കൂട്ടും, ആമസോൺ അങ്ങനെയാണെങ്കിൽ കൂട്ടുന്നത്. ഇനി ആമസോണിൽ കുറയ്ക്കുവാണെങ്കിൽ ഞാനും അതേപോലെ കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടും അങ്ങോട്ട് കുറയ്ക്കും. നിങ്ങളിപ്പോൾ എൻ്റെ നിന്ന് മേടിച്ചാൽ മതി എന്നുള്ളൊരു സംഭവത്തിലാണ്, ആ ഒരു വാശിയിലാണ് ആക്ച്വലി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുട്ടി നിൽക്കുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതൊന്നുമല്ല, നമ്മുടെ വാലന്റൈൻസ് ഡേ സെയിൽ ഫ്ലിപ്കാർട്ടിൽ അങ്ങോട്ട് ആ ഒരു ഫുൾ ഫ്ലഡ്ജിൽ അങ്ങോട്ട് അപ്പായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആക്ച്വലി ബിഗ് ബജറ്റ് ധമാലിൻ്റെ കൂടെ ആയിരുന്നു ഈ ഒരു സെയിൽ വന്നതെങ്കിൽ ഇപ്പോൾ ഇത് മാത്രമാണ്, വാലന്റൈൻസ് ഡേ സെയിൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. വാലന്റൈൻസ് സെയിൽ എന്നാണ് ആ ഒരു സെയിലിൻ്റെ പേര് ഫ്ലിപ്കാർട്ട് കൊടുത്തിരിക്കുന്നത്. ബാങ്ക് ഓഫ് ബറോഡ, DBS ബാങ്ക്, അതുപോലെ തന്നെ കാനറ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡുകൾക്കും ക്രെഡിറ്റ് കാർഡുകൾക്കും ഇൻസ്റ്റന്റ് 10% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം പ്രത്യേകിച്ച് എടുത്ത് ഇവിടെയും മെൻഷൻ ചെയ്ത് വെച്ചിട്ടില്ലേ. ഇവിടെ എടുത്തു പറയേണ്ട ആ ഒരു സംഭവം എന്ന് വെച്ചാൽ സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് iPhone 16 നമുക്ക് 68,999 കിട്ടുന്നതാണ്. അത് എടുത്ത് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല, കാരണം നോർമൽ ഓഫർ സമയങ്ങളിൽ ഇപ്പോൾ ഇതിൻ്റെ വില 68,999 തന്നെയാണ്. 79,900 ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ആ ഒരു നോർമൽ ഓഫർ സമയങ്ങളിൽ ഇതിൻ്റെ വില 68,999 തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു ബാങ്ക് ഓഫറിൻ്റെ കഴിഞ്ഞിട്ട്, പക്ഷേ അത് ബ്രാക്കറ്റിൽ ബാങ്ക് ഓഫ് ബറോഡ കാർഡ് മാത്രം കൊടുത്തിട്ടുണ്ട്. ഇനി ബാങ്ക് ഓഫ് ബറോഡ കാർഡിന് മാത്രമേ ഉള്ളൂ എന്നറിയത്തില്ല. 5000 രൂപ കുറച്ചിട്ട് നമുക്ക് 63,999 രൂപയ്ക്ക് iPhone 16 128GB വേരിയൻറ്റ് മേടിക്കാമെന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ 128 വേരിയൻറ്റ് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ആവശ്യം പോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ കുറേ കഴിയുമ്പോൾ മെമ്മറി ഫുൾ എന്നുള്ളൊരു അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ മിനിമം ഒരു 256 മേടിക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു SSD മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സാംസങ്ങിൻ്റെയൊക്കെ എനിക്കൊന്ന് 10,000 രൂപയ്ക്കകത്ത് കിട്ടും. ഒരു SSD കാർഡ് മേടിക്കുവാണെങ്കിൽ നമുക്കത് ടൈപ്പ് സി ടു ടൈപ്പ് സി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, പെട്ടെന്ന് തന്നെ പടപടേന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത് iPhone 13 128GB വേരിയൻ്റ് ആണ്. 2 വർഷം ഓൾമോസ്റ്റ് ആവാൻ പോകുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ 128 വേരിയൻറ്റ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇത് ലൈറ്റ്നിങ് പോർട്ടാണ്. SSD എൻ്റെ ഉണ്ട്, പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഇത് നേരെ iPadലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അവിടെ നിന്നാണ് പിന്നെ SSDയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പോൾ 16 ഒക്കെ മേടിക്കുകയാണെങ്കിൽ ഉള്ള ഉപയോഗം എന്ന് വെച്ചാൽ ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമേ. ഫോണിൻ്റെ കാര്യം മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഗിഫ്റ്റ് ദേ വിൽ ഫോൾ ഫോർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഞാൻ ഓൾറെഡി നമ്മുടെ ഫെബ്രുവരി മാസത്തിൽ ആ ഒരു അപ്കമിങ് ഓഫർ സെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാലന്റൈൻസ് സെയിൽ നിങ്ങൾക്ക് കുറേ അല്ലറ ചില്ലറ കുറേ പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടുമെന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെയും കാണാൻ പറ്റുക. ടെഡ്ഡി ബിയേഴ്സ് നമുക്ക് 150 രൂപയ്ക്ക് മുതലും, ചോക്ലേറ്റ്സ് to 30% ഓഫിലും, ഗിഫ്റ്റ് സെറ്റായിട്ട് നമുക്ക് മേടിക്കാം, അത് 179 തുടങ്ങും. അതുപോലെ തന്നെ സോൾട്ടി, പാലമോനാസ്, അങ്ങനെ എന്തൊക്കെയോ കുറേ ബ്രാൻഡുകളുടെ ഓർണമെൻറ്റ്സ് നമുക്ക് മിനിമം 50% ഓഫിൽ കിട്ടുന്നുണ്ട്. പെർഫ്യൂംസ് നമുക്ക് മിനിമം 50% ഓഫിലുണ്ട്. ബാഗുകൾ മിനിമം നമുക്ക് 65%. മഗ്ഗുകളാണെങ്കിൽ അത് 149 രൂപ മുതൽ തുടങ്ങും. ലവ് ഷോ പീസസ് നമുക്ക് 149 രൂപ മുതൽ. റിംഗ് വാച്ചസ് അപ് ടു 60% ഓഫിൽ നമുക്ക് കാണാം എന്നിവിടെ
മേടിക്കാൻ സാധിക്കുമെന്ന് ഇവരവിടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ആ പറഞ്ഞ അല്ലറ ചില്ലറ നമ്മൾ ആളെ പറ്റിക്കാനുള്ള പരിപാടികൾ. ഇതെന്തായാലും സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സാധനം മേടിക്കാൻ ആഗ്രഹം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗിഫ്റ്റുകൾ കൊടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഡീല് തന്നെ ആയിരിക്കും. എന്നാലും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തുമില്ല. വാലന്റൈൻ സർപ്രൈസ് പിന്നെ എഴുതിയിട്ടുണ്ട് ഫ്രം 87 87 മുതൽ നമുക്ക് വാലന്റൈൻ സർപ്രൈസ് മേടിക്കാം. പിന്നെ വാലന്റൈൻ സെന്റ് എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ പെർഫ്യൂംസ്, അതും 149 തുടങ്ങും. അങ്ങനെ കുറേ ഷർട്ടുകൾ, ഇവിടെ നമ്മുടെ ആ ഒരു പേഴ്സണൽ കെയർ സാധനങ്ങൾക്ക് പോലും ഓഫറുകൾ കാണാൻ സാധിക്കും. പിന്നെ ടോപ്പ് ഡീൽ ഓഫ് ദ സെയിൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ. ഇവിടെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അതിൽ പ്രത്യേകിച്ച് ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് സാംസങ്ങിൻ്റെ സ്മാർട്ട് ടി വിസ് ഉണ്ടല്ലോ. 32 ഇഞ്ച് സാംസങ് ടി വി നമുക്കിപ്പോൾ 12,990 മേടിക്കാൻ സാധിക്കും. പൊതുവേ നിങ്ങളിപ്പോൾ ഓഫ്ലൈൻ സ്റ്റോറിൽ പോയിട്ട് ഒരു ടി വി മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും 32 ഇഞ്ച് അങ്ങനെ അവർ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്തില്ല. അവർ ഏറ്റവും കൂടുതൽ 43, 42 ഒക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 32 ഇഞ്ച് മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുക ഓൺലൈനിൽ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡ് തന്നെ വേണമെങ്കിൽ, സാംസങ്ങിനെ പോലെയുള്ളത് വേണമെങ്കിൽ 32 ഇഞ്ചിൻ്റെത് 12,990 കിട്ടും. 32 ഇഞ്ച് മാത്രമല്ല 43, 42, 50 ഒക്കെ തന്നെ നമുക്ക് വളരെ ലാഭകരമായിട്ട് ഇവിടെ നിന്ന് ഈ ഒരു സാംസങ്ങിൻ്റെ ബ്രാൻഡ് ഈ ഒരു സെല്ലിൽ മേടിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ബെസ്റ്റ് സെല്ലിംഗ് ലാപ്ടോപ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൽ ASUS TUF Gaming A15 AMD Ryzen 7 octa-core പ്രോസസ്സറുള്ള പ്രോഡക്റ്റ് 52,990 നമുക്ക് കിട്ടും. ഇതിന്റെ നോർമൽ റേറ്റ് എനിക്ക് തോന്നുന്നു 60 സംതിങ് ആണ് കേട്ടോ. കൂടാതെ സാംസങ് ഗാലക്സി ബുക്ക് 4 ഇന്റൽ Core i3 13 ജെൻ ഉള്ള പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 37,990 കിട്ടും. ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 42 സംതിങ് എന്തോണ്. ഞാനത് മേടിക്കാൻ നോക്കിയ സമയത്ത് അങ്ങനെയായിരുന്നു. കൂടാതെ ആപ്പിളിന്റെ മാക്ബുക്ക് എയർ M2 ചിപ്സെറ്റ് ഉള്ള സാധനം ഉണ്ടല്ലോ, അത് നമുക്കിപ്പോൾ 89,149 കിട്ടും. ഈ സെയിം സാധനം നമുക്ക് ആക്ച്വലി 74, അതുപോലെ തന്നെ 72,990 ആയിരുന്നു ബിഗ് ബില്യൺ ഡേയ്സിൽ ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് പക്ഷേ ഞാൻ ഈ ഇടയ്ക്കും എവിടേക്കോ ആ ഒരു റേറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 99,990 ആണ്. പക്ഷേ ഇപ്പോൾ ഓഫ്ലൈൻ സ്റ്റോറിൽ പോയില്ല. ഞാൻ ഈ ഇടയ്ക്ക് ആപ്പിൾ സ്റ്റോറിൽ പോയപ്പോഴത്തേക്ക് 89 സംതിങ് ഒക്കെ തന്നെയാണ് ഈ ഒരു മാക് ബുക്കിൻ്റെ എയർ M2 കാണാൻ സാധിക്കുന്നത്. സോ അത് ഭയങ്കര വലിയ രീതിക്ക് ഓഫറായിട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ എന്താ പറയുക, ഇവിടെ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ സാംസങ്ങിൻ്റെ തന്നെ i5 13th ജെനുള്ള പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 51,690 മേടിക്കാം. 54,999 സംതിങ് ആണ് ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. HP വിക്ടസിന് അതേപോലെ ഭയങ്കര വലിയ രീതിക്ക് ഓഫർ ഇവിടെ കാണാൻ സാധിക്കുന്നില്ലേ. ഇവിടെ ആക്ച്വലി ഈ ഒരു ലാപ്ടോപ്പിൻ്റെ സെഷനിൽ പോലും ഈ ഒരു HP വിക്ടസ് കാണുന്നില്ല എന്നുള്ളതാണ്. മേ ബി ഞാൻ മിസ് ഔട്ട് ആയതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ ഇതുവരെ അങ്ങോട്ട് കണ്ടില്ല. MSIയുടെ ഒക്കെ സഹിതം കാണിച്ചേക്കുന്നു. MSI ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ വിട്ടേക്കൂ എന്നുള്ള രീതിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ലാപ്ടോപ്പുകൾക്ക് ഭയങ്കര വലിയ രീതിക്ക് ഓഫർ ഇല്ലെങ്കിൽ പോലും ഓഫേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹെഡ്ഫോൺസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, ഇപ്പോൾ ബോട്ടിൻ്റെ റോക്കേഴ്സ് 430 അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്. ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ റീസെൻ്റായിട്ട് അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നം കുറേ പേര് പറഞ്ഞതെന്ന് വെച്ചാൽ സൗണ്ട് ഇല്ലെന്നുള്ളതാണ്. പക്ഷേ 100% ഇടുവാണെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ട് ഔട്ട്പുട്ട് അവിടെ കിട്ടും. ഭയങ്കര വലിയ എൻഹാൻസ്ഡ് അല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാനും പറ്റിയിട്ടില്ല. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരിക്കലും ഇത് എന്താ പറയുക പ്രൊമോഷൻ ഒന്നും അല്ലായിരുന്നു. ഞാൻ പൈസ കൊടുത്ത് മേടിച്ച് അൺബോക്സ് ചെയ്ത സാധനം തന്നെ ഈ ഒരു റോക്കേഴ്സ് 430 എന്ന് പറയുന്നത്. എന്തായാലും അതിപ്പോൾ 1390 മേടിക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇത് 1190 സംതിങ് അങ്ങനെ എന്തോ ആയിരുന്നു ഞാൻ ഓഫർ സമയത്ത് മേടിച്ചത്. പിന്നെ റിയൽമി കണ്ടോ, ബഡ്സ് T110 1490 കാണാൻ സാധിക്കുക. പിന്നെ വേറൊരു പ്രോഡക്റ്റ് പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ്, റോക്കേഴ്സ് 450 പഴയ പ്രോഡക്റ്റ് ആണ്. അത് 1390 എത്തിയിട്ടുണ്ട്. 1190 ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. പിന്നെ ഇവരുടെ ബോട്ടിൻ്റെ എയർഡോപ്സ് 131 Lite 1290 നല്ലൊരു ഡീലാണ്. യൂസേഴ്സ് പറയണത്, അതായത് ഈ ഒരു എയർഡോപ്സ് 131 Lite ANC ഉപയോഗിക്കുന്നവർ പറയുന്നത് നല്ല പ്രോഡക്റ്റ് ആണ്, അവർ സാറ്റിസ്ഫൈഡ് ആണെന്നാണ് പറയുന്നത്. പിന്നെ OnePlusന്റെ നോട്ട് ബഡ്സ് 2R ഉണ്ട്, 1690 തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ബോട്ടിൻ്റെ നിർവാണ അയോൺ 1590 മേടിക്കാൻ സാധിക്കും. ഓപ്പോ എൻകോ ബഡ്സ് 2 1390, എന്നാൽ അത് 1290 പല സമയങ്ങളിലും വരുന്നതാണ്. സുപ്രീം കണ്ടോ 1290 മേടിക്കാം. സോ ഇയർബഡ്സുകൾ വളരെ വളരെ ലാഭത്തിന് മേടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നോർമലി കിട്ടുന്ന ആ ഒരു റേറ്റുകൾ തന്നെയാണ് ഇപ്പോഴും കാണാൻ പറ്റുക. പിന്നെ ഉള്ള എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഗിഫ്റ്റ് വിത്ത് ലവ് എന്ന് പറഞ്ഞിട്ട് തേപ്പ് വീട്ട് സഹിതം നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ സ്മാർട്ട് വാച്ചസ്, അത് ഓൾറെഡി ആ ഒരു സ്മാർട്ട് ടെക് ഗിഫ്റ്റ് അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പിന്നെ ഉള്ളത്. ബാക്കിയെല്ലാം നമ്മുടെ ആ ഒരു ബെറ്റർ ടുഗദർ, സിംഗിൾ ബൈ ചോയ്സ്,
എന്തോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതായത് വാലന്റൈൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ഒരു ഓഫർ സെയിലിൽ ഓഫ് കോഴ്സ് ആ ഒരു പേര് പോലെ തന്നെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ആ ഒരു വാലന്റൈൻസ് സെയിലിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇയർബഡ്സുകളൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും കുഴപ്പമില്ല, ഞാൻ ഈ പറഞ്ഞ റിയൽമി ബഡ്സ് T110 ഒഴിച്ച് ബാക്കി ഏത് മേടിച്ചു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കാറ്റഗറി ഈ ഒരു ഓഫർ സെയിലിൽ മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമൻറ്റ് ആയിട്ടുള്ളൂ, ഞാൻ ഉടനെ തന്നെ അതും അങ്ങോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാൻ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.